ഇപ്പോൾ നാട്ടിലൊരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് ഇവിടെ വന്ന് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ FST എത്രത്തോളം ഉപകാരപ്രദമാവും? +2 കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു സോഷ്യൽ സെക്ടറിൽ നമുക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ നമ്മുടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പഠനം കുറച്ചും കൂടി എളുപ്പമാക്കാനായിട്ടും നമുക്കൊരു സോഷ്യൽ സെക്ടറിൽ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടാനായിട്ടും ജർമ്മനിയിൽ നിങ്ങൾക്ക് ഒരു വർഷം വോളണ്ടറി ആയിട്ട് നിങ്ങൾക്ക് സോഷ്യൽ കെയർ ചെയ്യാവുന്നതാണ്. അങ്ങനെ ഇവിടെ നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് മുന്നേ ഒരു സോഷ്യൽ ഇയർ ചെയ്യാൻ വന്ന ഒരാളെയാണ് നിങ്ങൾ യൂറോപ്യൻ സഞ്ചാരിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും യൂറോപ്യൻ സഞ്ചാരിയുടെ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഹലോ, എൻ്റെ പേര് ടോണി. ഞാൻ വരുന്നത് പത്തനംതിട്ട കോന്നിയിൽ നിന്നാണ്. ഞാനിപ്പോൾ ഇവിടെ 7 മാസമായി ജർമ്മനിയിൽ. ഞാനിപ്പോൾ FSC ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ടോണി എന്താ നാട്ടിൽ പഠിച്ചത്? നാട്ടിൽ ഞാൻ 10th ഉം 12th ഉം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാം എടുത്തായിരുന്നു, BBA എടുത്തായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ FSC ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഞാനത് ഡിഗ്രി സ്റ്റാർട്ടിങ് ആയപ്പോഴാണ് FSC പറ്റി അറിയുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഡിഗ്രി ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് പിന്നെ എടുക്കാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ FSC അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും എന്തായി FST എന്ന് പറയുന്നത്? ചേച്ചി, FSC എന്ന് പറഞ്ഞാൽ ഫ്രൈവിലേറ്റ് സോഷ്യൽ ഇയർ. അതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ പറയുന്നതാണ് വോളണ്ടറി സോഷ്യൽ ഇയർ എന്ന് പറയും. അതെന്ന് വെച്ചാൽ ജർമ്മനിലുള്ള 10th ഉം 12th ഉം കഴിഞ്ഞ 10th ഓടെ 12th കഴിഞ്ഞ കുട്ടികൾ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്ക് അവരുടെ ഒരു സോഷ്യൽ ഒരു നോളജിന് വേണ്ടിയും ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്യുന്നതാണ് ഈ FSC എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലുള്ളവർ ഇപ്പം +2 കഴിഞ്ഞ കുട്ടികൾ ആരെങ്കിലും നഴ്സിങ്ങിന് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പ്രോഗ്രാം ചൂസ് ചെയ്ത് ഇങ്ങനെ ഫ്രൈവിലേറ്റ് സോഷ്യൽ ഇയർ ആദ്യമേ ഒരു വർഷം ചെയ്യുക, അല്ലെങ്കിൽ 6 മാസം ചെയ്തതിന് ശേഷം ഹൗസ് ബിൽഡിംഗ് നഴ്സിങ്ങിന് കയറുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് ഇത് ചെയ്യാൻ. അതാണ് സോഷ്യൽ സർവീസ് FSC എന്ന് പറയുന്നത്. ഇത് ഏജ് ലിമിറ്റ് ഉണ്ട്. ഇതിന് 18 മുതൽ 27 അല്ലെങ്കിൽ ഒരു 20, അത് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ചാണ്. 18 തൊട്ട് 26, ചിലപ്പോൾ 25 ഉണ്ട്, 27 വരെയാണ് മാക്സിമം പോകുന്നത്. ഇത്രയും പ്രായം ഉണ്ട്, ഏജ് ലിമിറ്റ് ഉണ്ട് നമുക്ക് സോഷ്യൽ സർവീസിൻ്റെ ഇതിന്. എങ്ങനെയാണ് ടോണി FSTയിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ ഇത് എടുക്കാനായിട്ടുള്ളൊരു മോട്ടിവേഷൻ? ചേച്ചി, ശരിക്കും പറഞ്ഞാൽ +2 കഴിഞ്ഞ ആർക്ക് നഴ്സിംഗ് ഫീൽഡ് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് FSC ചെയ്ത് ഹൗസ് ബിൽഡിംഗ് കയറാം. ഇപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഞാൻ ഡിഗ്രി ചെയ്തു. ഇപ്പോൾ ഞാൻ +2 കഴിഞ്ഞ ശേഷം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു എബ്രോഡ് പഠിക്കണമെന്നൊക്കെ. പക്ഷേ എനിക്ക് ചില സാഹചര്യങ്ങൾ കാരണം അത് നടന്നില്ല. അതിനുശേഷം ഞാൻ FSC അറിഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ വെച്ച് നോക്കിയപ്പോൾ FSC എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്ത് ഇവിടെ വന്ന് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ. നഴ്സിംഗ് നമ്മൾ ഹൗസ് ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് കോഴ്സ് എടുക്കാം. നമുക്ക് നഴ്സിങ്ങിൻ്റെ തന്നെ മാനേജ്മെൻറ്റ് കോഴ്സൊക്കെ ഉണ്ട്, ഫ്ലേഗ് മാനേജ്മെൻറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ പല കാര്യങ്ങളും ഇവിടെ എടുക്കാം. ഡോയ്ച്ച്ലാൻഡിൽ ഇപ്പം ജർമ്മൻ്റെ ഒരു ഗുഡ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഏജ് ലിമിറ്റ് ഇല്ല നമ്മൾക്ക് പഠിക്കുന്നതിന്. ഏത് ലെവൽ വേണമെങ്കിലും ഏത് രീതിയിലുള്ള കോഴ്സ് വേണമെങ്കിൽ. ഇപ്പം ഞാൻ ഡിഗ്രി എടുത്തത് ആ ഡിഗ്രി ബേസിൽ തന്നെ നമ്മൾ പഠിച്ചു പോകണമെന്ന് ഒരിക്കലും ഇല്ല. അവർക്ക് ഏത് ഫീൽഡ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ FSC എന്ന പ്രോഗ്രാമും ഹൗസ് ബിൽഡിംഗ് ഫോക്കസ് ചെയ്ത് വന്നത്. എങ്ങനെയാണ് FST ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ടോണി അറിഞ്ഞേ? ഞാൻ ഡിഗ്രി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് FSC ചെയ്യാൻ വന്നായിരുന്നു. അങ്ങനെയാണ് ഞാനിത് അറിയുന്നത്. അതിനുശേഷം ഞാൻ ഇൻ്റർനെറ്റിൽ കയറി കുറേ സെർച്ച് ചെയ്തു. അപ്പോൾ കുറേ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഡെയാർക്ക് എന്ന് പറയുന്ന ഡോയ്ച്ചസ് റോട്ടർ ക്രോസ് എന്ന് പറയുന്ന റെഡ് ക്രോസിനെ പറ്റി അറിയുന്നത്. അങ്ങനെയാണ് ഞാൻ പിന്നെ അതിനെപ്പറ്റി സെർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അതിൽ അപ്ലൈ ചെയ്തത്. ഡെയാർക്ക് എന്ന് പറയുന്ന ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്തു. അവർക്ക് ആദ്യം നമ്മളൊരു മെയിലായിരുന്നു ആദ്യം അയച്ചത്. അതിനുശേഷം അവർ നമുക്ക് റിപ്ലൈ തരും, എന്തൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളത് ഒരു റിപ്ലൈ ആയിരുന്നു ആദ്യം തന്നത്. അങ്ങനെയാണ് അപ്പം FST ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിയത്. FST ചെയ്യുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ജർമ്മൻ ലാംഗ്വേജിന്? നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ചേച്ചി. കാരണം A2 കഴിഞ്ഞിട്ട് വരുന്നതും B1 കഴിഞ്ഞിട്ട് വരുന്നതും B2 കഴിഞ്ഞിട്ട് വരുന്നതും നല്ല ഡിഫറൻസ് ഉണ്ട്. എല്ലാ ലെവലിൻ്റെ അനുസരിച്ച് ഡിഫറൻസ് ഉണ്ട്. A2 കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി നമ്മൾ പഠിക്കേണ്ടി വരും. ഒത്തിരി വെച്ചാൽ ജർമ്മൻ ലാംഗ്വേജ് ഇച്ചിരി ടഫാണ്. അപ്പോൾ തന്നെ നമുക്ക് A2 എന്ന് പറയുന്നത് ഒന്നും ആയിട്ടില്ല. B1 ഇച്ചിരി കൂടെ നമുക്ക് സംസാരിക്കാം അല്ലെങ്കിൽ കേട്ട് മനസ്സിലാക്കാനുള്ള ഇത് വരുന്നുള്ളൂ. B2 ലെവലൂടെയൊക്കെ ആകുമ്പോഴാണ് നല്ലപോലെ പഠിക്കാൻ പറ്റുന്നത്. പിന്നെ ഗ്രാമർ, ജർമ്മൻ്റെ മെയിൻ സംഭവമാണ് ഗ്രാമറൊക്കെ. അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഭയങ്കര പാടുമാണ്.
ടോണി എങ്ങനെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചേ? ഞാൻ ആദ്യമേ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു ആദ്യമേ പഠിച്ചത്, പഠിച്ചത് നാട്ടിൽ. അതിനുശേഷം അവിടെ പഠിച്ചിട്ട് ഗോയിത്തയുടെ എക്സാം എഴുതി. ഗോയിത്തയുടെ സർട്ടിഫിക്കറ്റ് ആയിരുന്നു നമുക്ക് വേണ്ടിയത്. അപ്പോൾ ഗോയിത്തയുടെ എക്സാം എഴുതി. അതിനുശേഷം പിന്നെ B1 ഞാൻ പിന്നെ ഡയറക്റ്റ് ഗോയിത്ത തന്നെ പഠിച്ചു. ഗോയിത്ത തന്നെ പഠിച്ച് ഗോയിത്ത തന്നെ എക്സാം എഴുതായിരുന്നു. ഏറ്റവും മാത്രമേ ഞാൻ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് B1 കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പം B2 പഠിച്ചു. ഇപ്പം B2 ഇവിടെ പഠിച്ചു. ഇവിടെ ഞാൻ എൻ്റെ ഓർഗനൈസേഷൻ തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ലാംഗ്വേജ് ക്ലാസ്. അത് അവിടെ പഠിച്ചിട്ട് ഇവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഔട്ട്സൈഡ് ഞാൻ എക്സാമിന് അപ്ലൈ ചെയ്യുമായിരുന്നു. അത് ഞാൻ ചെയ്തത് ടെൽക്കിൻ്റെ എക്സാം ആയിരുന്നു. എത്രത്തോളം പാട് തോന്നി ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചപ്പോൾ? പാടാണോ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ? നല്ല പാടുണ്ട് ചേച്ചി. എല്ലാവരും പറയും പഠിച്ചെടുക്കാൻ പറ്റും, നല്ലപോലെ കഷ്ടപ്പെടണം. ഞാൻ പറഞ്ഞില്ല, ഗ്രാമറൊക്കെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ കൂടുതൽ പഠിക്കാനുള്ളതും നമ്മൾ അത് യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നൊക്കെ ഒത്തിരി നമ്മൾ പഠിച്ച് ഡെയിലി പഠിക്കുകയൊക്കെ ചെയ്താലേ നല്ലപോലെ കിട്ടത്തുള്ളൂ. ഇവിടെ ഒരു പൊസിഷൻ ഉണ്ടെന്ന് മനസ്സിലായി FSTക്കുള്ള. അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് ആ പൊസിഷന് വേണ്ടിയിട്ട്? ഇപ്പം ഞാൻ DRKയുടെ ഇതിലായിരുന്നു കണ്ടത്, ഓൺലൈനിൽ നെറ്റിൽ കണ്ടത്. അപ്പോൾ ഞാൻ അവരുടെ ഇമെയിലിൽ ആദ്യം ഒരു മെയിൽ അയച്ചു, ഇതുപോലെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ഇതുപോലെ നിങ്ങളുടെ ഫ്രൈവിലേറ്റ് സോഷ്യാലയാർ എന്ന് പറയുന്ന പ്രോഗ്രാം ചെയ്യാൻ എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണ് ഇതിന് ഉള്ളതെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഒരു മെയിൽ അയക്കുമായിരുന്നു ആദ്യമേ ചെയ്തത്. അപ്പം മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ അവരെന്താ റിപ്ലൈ ആയിട്ട് പറഞ്ഞത്? അവരെനിക്ക് ആദ്യമേ ഒരു റിപ്ലൈ തന്നതെന്ന് വെച്ചാൽ, ആദ്യമേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ക്വാളിഫിക്കേഷൻ ലെവൽ എന്തുവാണെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ നിങ്ങൾ ജർമ്മൻ പഠിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു, ഏത് ലെവലായെന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഒരു ബയോഡേറ്റ വേണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ ലെറ്റർ. ഇത്രയും കാര്യമാണ് ആദ്യത്തെ ലെവലിൽ എന്നോട് ചോദിച്ചത്. അവർ ആദ്യത്തെ മെയിലിന് ആൻസർ തന്നത്. അതിനുശേഷം ആ സമയത്ത് ഞാൻ A2 സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു A2 ഞാൻ സ്റ്റാർട്ട് ചെയ്തു, എക്സാം എഴുതിയിട്ടില്ല ആ സമയത്തേക്ക്. അപ്പോൾ എക്സാമും കഴിഞ്ഞിട്ടില്ല. എൻ്റെ അത് പറഞ്ഞൊരു മെയിൽ അയച്ചു. പിന്നെ എൻ്റെ ബയോഡേറ്റ ഞാൻ പ്രിപ്പയർ ചെയ്തു. ഒരു മോട്ടിവേഷൻ ലെറ്റർ, ഞാൻ എന്തുകൊണ്ട് ഈ സോഷ്യൽ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, എന്താണ് എനിക്ക് അതിനുള്ളൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ ഒരു ലെറ്റർ എഴുതി ഞാൻ സെൻഡ് ചെയ്യുമായിരുന്നു. ഇത്രയും ഡോക്യുമെന്റ്സ് ആണോ അവർക്ക് അയച്ചു കൊടുത്തത് ഇമെയിൽ വഴി? മെയിൽ വഴി ആദ്യമേ അതായിരുന്നു അയച്ചു കൊടുത്തത് അവർ ആദ്യത്തേതിന്. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് അവർ അതൊരു കൺഫർമേഷൻ മെയിലല്ല, എന്നാലും നമ്മളുടെ ക്വാളിഫിക്കേഷൻ, നമ്മൾ ഏതൊക്കെ +2, 10th, 12th എല്ലാം അതിൻ്റെ ആ ക്വാളിഫിക്കേഷൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് അവർ ചോദിച്ചായിരുന്നു. അപ്പോൾ അത് നമ്മളൊരു PDF ആയിട്ട് അയച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഒരു PDF കൂടെ അയച്ചു കൊടുക്കുമായിരുന്നു ആദ്യം ചെയ്തത്. അതിന് ചെയ്തിട്ട് അവർ പറഞ്ഞത് A2ൻ്റെ സർട്ടിഫിക്കറ്റും, അതിനുശേഷം പറഞ്ഞു A2 വേണം, B1 വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം B1 കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ അയച്ചു കൊടുക്കാനായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു. നമ്മൾ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്തു. B1 കംപ്ലീറ്റ് ചെയ്യുന്നവരെ. അതെ. എന്നിട്ട് അവർ റിപ്ലൈ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? അപ്പോൾ എൻ്റെ B1 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് സർട്ടിഫിക്കറ്റ് ഞാൻ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞായിരുന്നു നമ്മുടെ സ്കൈപ്പ് ഇൻ്റർവ്യൂ പോലെ നടത്തണമെന്ന് പറഞ്ഞ് അവർ മെയിൽ അയച്ചായിരുന്നു. അതിനുശേഷം നമുക്കൊരു ദിവസം തന്നു, ഒരു ടൈം തന്നായിരുന്നു. അതെനിക്ക് അന്നേരം നമ്മുടെ നാട്ടിലൊരു ഉച്ച സമയം 12 മണിയത്തെ ടൈമായിരുന്നു തന്നത്. ആ സമയത്തേക്ക് നമുക്കൊരു ഇൻ്റർവ്യൂ, ഇവിടുത്തെ ആൾ തന്നെ DRKയുടെ ഒരു FSCOൻ്റെ കാര്യം നോക്കുന്ന ആളാണ് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തത്. നമ്മുടെ ലാംഗ്വേജ് സ്കിൽ എങ്ങനെയാണെന്ന് അറിയാനും അതിനെപ്പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു. എന്നോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് ഈ ഫ്രൈവിലേറ്റ് സോഷ്യാലയാർ എന്ന് പറയുന്ന FSCOട് സെലക്ട് ചെയ്യാൻ കാരണം, പിന്നെ നാട്ടിൽ ഞാൻ എന്തെങ്കിലും സോഷ്യൽ സർവീസ് ചെയ്തിട്ടുണ്ടോ, പിന്നെ എൻ്റെ സ്കൂൾസ് എങ്ങനെയൊക്കെ ഇതൊക്കെ എങ്ങനെയായിരുന്നു, അക്കാഡമിക് ഇയറിൻ്റെ ഇതൊക്കെ ചോദിച്ചു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പിന്നെ അല്ലാതെ അയൺഫാഗ് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചതേ ഉള്ളൂ. എല്ലാം ജർമ്മനിലായിരുന്നു എല്ലാം ചോദിച്ചത്. പക്ഷേ നമുക്ക് ആദ്യം എല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു, പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ. നമുക്ക് തെറ്റിയാലും കുഴപ്പമില്ല, നമുക്ക് ഇടയ്ക്ക് ഇംഗ്ലീഷ്, എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ആൾ പറഞ്ഞായിരുന്നു അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം കൂടുതലും ഞാൻ ജർമ്മനാണ് സംസാരിക്കാൻ നോക്കിയത്. പിന്നെയാണ് ഇംഗ്ലീഷ്, നമുക്കറിയാത്ത വാക്കുകളൊക്കെ ഇംഗ്ലീഷ് വെച്ച് ജർമ്മൻ തന്നെയായിരുന്നു. നമുക്കത് മനസ്സിലാകുന്നുണ്ടോയെന്ന് അവർ മെയിൻ നോക്കുന്നത്. ഇവിടെ വന്ന് കഴിഞ്ഞാലും നമ്മൾ ലാംഗ്വേജ് പഠിച്ചെന്ന് പറഞ്ഞാലും മനസ്സിലാക്കണമെന്നോ സംസാരിക്കണമെന്നോ നമുക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ നോക്കുന്നത് നമുക്ക് അവർ പറയുന്നത് മനസ്സിലായി റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നൊക്കെ അതിനു വേണ്ടിയുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അത്
എന്നിട്ട് ഈ ഡോക്യുമെന്റ്സ് എല്ലാം ആയിട്ട് എങ്ങനെയാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്? ഏത് കാറ്റഗറി വിസയാണ് എടുത്തത് ഇങ്ങോട്ട് വരാൻ? ഞാൻ ഈ ഇൻ്റർവ്യൂവിന് ശേഷം ഞാനൊരു 2 വീക്സ് വെയിറ്റ് ചെയ്തു അവരുടെ കോൺട്രാക്ട് പേപ്പർ കിട്ടാൻ വേണ്ടി. കോൺട്രാക്ട് പേപ്പർ കിട്ടിക്കഴിഞ്ഞ ശേഷം എനിക്ക് ആദ്യം അത് PDF ആയിട്ടായിരുന്നു ആദ്യം അയച്ചു തന്നത്. പിന്നെ അവർ പോസ്റ്റ് വഴി അയച്ചു തരുമായിരുന്നു നമുക്ക്. അതിൻ്റെ ഒറിജിനൽ കോപ്പി പോസ്റ്റ് വഴിയായിരുന്നു അയച്ചു തരുന്നത്. അപ്പോൾ PDF കോപ്പി കിട്ടിയത് ഞാൻ അവർക്ക് ആദ്യമേ സിഗ്നേച്ചർ ചെയ്ത് ഇവിടെ അയച്ചു കൊടുക്കണമായിരുന്നു, DRKയുടെ ഓഫീസിൽ അയച്ചു കൊടുക്കണമായിരുന്നു മെയിൽ വഴി. അതിനുശേഷം ഞാൻ നമ്മുടെ VFSൻ്റെ സൈറ്റിൽ കയറിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊറോണ ടൈമായിരുന്നു. അപ്പം നമുക്കൊരു വോളണ്ടറി സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അതിന് മുമ്പ് വരെ ഉണ്ടായിരുന്നു വോളണ്ടറി സർവീസ് എന്ന് പറയുന്ന ഓപ്ഷന്. ഞങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ AU പെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. എന്നിട്ട് ആ AU പെയർ എന്ന് പറയുന്ന ഓപ്ഷനിൽ അപ്ലൈ ചെയ്തിട്ട് അതിൽ സ്പെസിഫൈ ചെയ്തു ഫ്രൈവിലിയറ്റ് സോഷ്യാലയാർ എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അതിൽ നമ്മൾക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണമായിരുന്നു, പിന്നെ ഫെട്രാഗിൻ്റെ ഇതുമായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി കൊടുത്തത്. അത് മാത്രമേ കൊടുത്തുള്ളൂ, കോൺട്രാക്റ്റും പാസ്പോർട്ടും കൊടുത്തതേ ഉള്ളൂ. എടാ, അപ്പം നിങ്ങൾ കോൺട്രാക്ട് കിട്ടിയെന്ന് പറഞ്ഞല്ലോ ഈ ഇങ്ങോട്ട് FS ചെയ്യാൻ വരുന്നത്. അപ്പം അതിനകത്ത് നിങ്ങളുടെ ഈ സ്റ്റൈഫൻഡ് എമൗണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ചേച്ചി. നമുക്ക് എത്ര കിട്ടുന്നതെന്നുള്ളത് ആ കോൺട്രാക്റ്റിൻ്റെ അകത്ത് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കേണ്ട വന്നോ? ബ്ലോക്ക്ഡ് അക്കൗണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ FSയോട്ട് ചെയ്യുമ്പോൾ വേണ്ട ആവശ്യം വരുന്നില്ല, അത് ചോദിക്കുന്നുമില്ല. അപ്പം ഈ വിസ ഇന്റർവ്യൂവിന് പോയല്ലോ, അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്തത്? വിസ ഇന്റർവ്യൂവിന് എനിക്കൊരു മെയിലായിട്ടാണ് വന്നത്, ഇന്ന ദിവസം വരണം തന്നെ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എല്ലാ വിസ ഇന്റർവ്യൂവിന് കിട്ടുന്ന പോലെ 2 ഫോമുകൾ കിട്ടിയായിരുന്നു, അത് ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു. നമുക്ക് വിസ പോസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ അതിൻ്റെ അഡ്രസ്സൊക്കെ വെച്ച് ആപ്ലിക്കേഷൻ ഫോം അത് 2ഉം കൊടുക്കണമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ടത് നമ്മുടെ 10th 12th 11th വേണമായിരുന്നു. 11th ഞാൻ കൈ വെച്ചായിരുന്നു, ചിലപ്പോൾ ചോദിച്ചാൽ അറിയത്തില്ലെന്ന് ഓർത്തിട്ട് അത് കൈവച്ചു. പിന്നെ നമ്മുടെ A2ൻ്റെയും B1ൻ്റെയും സർട്ടിഫിക്കറ്റ്, പിന്നെ അന്നത്തേക്ക് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആയിരുന്നു, അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, പിന്നെ ലേബൻസ്, നമ്മൾ ബയോഡേറ്റ, മോട്ടിവേഷൻ ലെറ്റർ, പാസ്പോർട്ട്, ഇത്രയുമാണ് ഞാൻ കൊണ്ടുപോയത്. പിന്നെ വിസ ഇൻ്റർവ്യൂ പോകുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള എല്ലാവരെയും ഇങ്ങനെ കുറേ പേരെ കേട്ടത് കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമുക്കറിയത്തില്ല എങ്ങനെയൊക്കെയാണ് അവർ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. എനിക്ക് കിട്ടിയത് ബാംഗ്ലൂർ എംബസി തന്നെയായിരുന്നു ഇൻ്റർവ്യൂ കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു മോട്ടിവേഷൻ ലെറ്റർ എന്തെങ്കിലുമൊക്കെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം എൻ്റെ ഫ്രണ്ട്സ് ആയാലും അവരൊക്കെ പോയപ്പോൾ തന്നെ പലർക്കും പല രീതിയിലായിരുന്നു അവർ ഇൻ്റർവ്യൂ ചെയ്തത്. കാരണം ബാംഗ്ലൂർ എംബസി ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, നമുക്ക് സർട്ടിഫിക്കറ്റ് മാത്രം കൊടുത്തിട്ടല്ലായിരിക്കും നമ്മൾ പോരുന്നത്. ഈ ഒരു FSO പ്രോഗ്രാം കൂടെ ആയതുകൊണ്ട് അവർ ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ ലെറ്റർ എഴുതാൻ നമ്മളോട് അപ്പം തന്നെ പറയും എഴുതാൻ. ചിലപ്പം അവിടെയുള്ള ജർമ്മൻ പേഴ്സണുമായിട്ട് നമ്മൾ സംസാരിക്കാൻ പറയും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യിപ്പിച്ചായിരുന്നു. എൻ്റെ കൂടെ എനിക്ക് മുമ്പ് അറിയാവുന്ന ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മോട്ടിവേഷൻ ലെറ്റർ സ്വന്തമായിട്ട് എഴുതാൻ പറഞ്ഞ് എങ്ങനെയൊക്കെ എഴുതണം എന്നൊക്കെ ഉള്ളത് പ്രിപ്പയർ ചെയ്തിട്ട് പോയായിരുന്നു. ഇംഗ്ലീഷിലാണ് നമ്മൾ കൊടുക്കുന്നത് അവിടെ, പക്ഷെ ജർമ്മനിലായിരിക്കും അവർ എഴുതാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. വിസയ്ക്ക് അപ്ലൈ ചെയ്തു, എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് വിസ കിട്ടിയത്? എനിക്ക് വിസ ഇൻ്റർവ്യൂ കഴിഞ്ഞ് 3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വിസ കിട്ടിയായിരുന്നു. അതിനുശേഷം നമ്മളുടെ കോൺട്രാക്ട് പേപ്പേഴ്സ് എല്ലാം നമ്മൾ ലേബൻസ് എല്ലാം നമുക്ക് ഇവിടത്തേക്ക് വേണ്ടി ആവശ്യമുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എയർപോർട്ടിൽ നമ്മുടെ കോൺട്രാക്ട് പേപ്പർ കാണിക്കണമായിരുന്നു എമിഗ്രേഷൻ പ്രോസസ്സിൻ്റെ സമയത്ത്. അപ്പോൾ അവർ ചോദിച്ചായിരുന്നു ആ സമയത്ത് നമ്മൾ എന്താണ് FSO, അവർക്കറിയില്ല എന്താണ് FSO. അന്നേരം എനിക്കൊരു ചോദ്യം വന്നായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നായിരുന്നു എന്താണ് FSO. അവർ ഇച്ചിരി നമുക്ക് ആ എമിഗ്രേഷൻ ടൈമിൽ നമുക്ക് കുറച്ച് സമയം എടുത്തു പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി. എങ്ങനെയായിരുന്നു ടോണിയുടെ ഓൺ ബോർഡിംഗ് പ്രോസസ്സ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട്? എനിക്ക് ഇവിടെ വന്ന് ഞങ്ങൾ ഫ്രാങ്ക്ഫർട്ടിലായിരുന്നു എത്തിയത്. അതിനുശേഷം നമ്മൾക്ക് അവരുടെ ആൾക്കാർ തന്നെയായിരുന്നു നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതും അവരുടെ വോണുകിൽ കൊണ്ടുവന്നതും എല്ലാ കാര്യങ്ങളും. ഫസ്റ്റ് ഡേയിലെ എല്ലാ കാര്യങ്ങളും അവർ തന്നെയാണ് ചെയ്തത്. സെക്കൻഡ് ഡേ തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ആളെ തന്നിട്ടുണ്ട്, ആ ഓർഗനൈസേഷൻ്റെ തന്നെ ഒരാൾ നമ്മൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്, ആ വന്ന ബാച്ചിന് വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഡേയിൽ ഞങ്ങൾക്ക് ആദ്യമേ ചെയ്യേണ്ടി വരുന്നത് മെഡിക്കലായിരുന്നു. അതിനുശേഷം പിന്നെ 3-ാമത്തെ ദിവസം സ്റ്റഡ് മെൽഡൻ ആയിരുന്നു, സിറ്റി രജിസ്ട്രേഷന്. 4-ാമത്തെ ദിവസം ഹൗസ് ഡോക്ടർ, നമ്മുടെ ഹൗസ് മെൽഡൻ ചെയ്യണമായിരുന്നു. അവിടെ രജിസ്റ്റർ ചെയ്ത് അവിടെ കയറി അവിടുത്തെ പ്രൊസീജിയറൊക്കെ ചെയ്തായിരുന്നു.
പിന്നെ അതുപോലെ തന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് 1 മന്ത് ഞാൻ ജോലി ചെയ്തില്ല. കാരണം ഇവിടെ അവർ നമുക്ക് മെഡിക്കലി നോക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ MMR വാക്സിൻ്റെ കൗണ്ട്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കൗണ്ട്, അതൊക്കെ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ഹോസ്പിറ്റലും ക്രാങ്കൻ ഹൗസിലോട്ടൊക്കെ പോകുന്നത് കൊണ്ട് ഡിസീസസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടും നമുക്ക് വാക്സിൻ ഉണ്ടോ എന്ന് നമുക്കറിയാൻ വേണ്ടി അവർ ചെക്ക് ചെയ്തായിരുന്നു. അപ്പം എനിക്കും എൻ്റെ കൂടെ വന്ന 3 പേർക്ക് അതിൻ്റെ ഇച്ചിരി കുറവുണ്ടായിരുന്നു, കൗണ്ട് കുറവുണ്ടായിരുന്നു. അത് കാരണം എനിക്ക് രണ്ടാമതൂടെ ഒന്നുകൂടെ വാക്സിൻ എടുക്കേണ്ടി വന്നു. 1 മാസം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 2 വാക്സിനായിരുന്നു അതുള്ളത്. അത് വെയിറ്റ് ചെയ്തിട്ടാണ് ജോലിക്ക് കയറിയത്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്ന ബാച്ചുകൾക്കൊക്കെ അവർ MMR വാക്സിൻ എടുത്തിട്ട് വരാൻ പറയുന്നുണ്ട് ഒന്നും കൂടെ. ഈ ഓൺബോർഡിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെന്ററിനെ തരുമോ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട്? ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ? ഉണ്ട് ചേച്ചി. അതിപ്പം ഏത് ഓർഗനൈസേഷനിലാണെങ്കിലും നമുക്കിപ്പോൾ ഹൗസ് ബിൽഡിങ്ങിന് കയറുന്നവർക്കാണെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് തന്നെ ഒരു മെൻറ്റർ കാണും, FSCOT ചെയ്യുന്നവർക്ക് ഒരു മെൻറ്റർ കാണും. അങ്ങനെ ഉണ്ട്. ഇപ്പം നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് അവർക്ക് മെയിൽ അയച്ചിട്ട് അപ്പോയിൻമെൻറ്റ്സ് എടുത്ത് നമുക്ക് അവരോടുമായിട്ട് സംസാരിക്കാം. അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനും, ഫോൺ വിളിച്ച് കോൺടാക്ട് ചെയ്യാനും പറ്റും. അതിനുള്ള ഒരു മെൻറ്റർ കാണും എന്തായാലും. ഇപ്പം നാട്ടിലൊരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് ഇവിടെ വന്ന് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ FST എത്രത്തോളം ഉപകാരപ്രദമാണ് അവർക്ക്? ചേച്ചി, FSCOT ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇപ്പോൾ നമ്മൾ ഹൗസ് ബിൽഡിങ്ങിന് കയറുന്നതിന് മുമ്പ് FSCOT ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ലാംഗ്വേജ് സ്കില്ല് നമുക്ക് ഒത്തിരി ഇത് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഹൗസ് ബിൽഡിങ് കയറുമ്പോൾ ഫുൾ നമ്മൾ ജർമ്മനിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 1 ഇയർ അല്ലെങ്കിൽ 6 മന്ത് നമ്മൾ ഏതെങ്കിലും ഒരു കെയർ ഹോമിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ അപ്പോൾ നമുക്ക് കുറേ പുതിയ പേഷ്യൻസിനെയും കാണുന്നുണ്ട്, പുതിയ ആൾക്കാർ, ഒത്തിരി പുതിയ ഡിസീസസ്, അതൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ നമുക്ക് ഹൗസ് ബിൽഡിങ്ങിന് കയറുമ്പോൾ അതൊരു ഇച്ചിരി നമുക്ക് അത് ഹൗസ് ബിൽഡിങ്ങിന് കയറുമ്പോൾ ഡയറക്റ്റ് പഠിച്ച് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ടോപ്പിക്ക് കിട്ടുമ്പോൾ നമുക്ക് നേരത്തെ അറിയാവുന്ന ടോപ്പിക്കാണ്, കേട്ടിട്ടുണ്ട്, ഇതിനെപ്പറ്റി എനിക്കറിയാം എന്നൊരു എളുപ്പമാകും നമുക്ക് പഠിക്കുമ്പോൾ. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മൾ കുറേ ഇപ്പം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നൊരു പേഷ്യൻ്റ് ആണെങ്കിൽ അവരെങ്ങനെയാണ് ചെയ്യുന്നത്, ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം നഴ്സിംഗിന് താല്പര്യമുള്ള എല്ലാവരും കുറേ പേര് കാണും. പക്ഷേ എന്നാലും അവർക്കൊരു പേടിയാണ് ഓരോന്ന് കാണുമ്പോൾ, ബ്ലഡ് കാണുമ്പോൾ. അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഒരു 6 മന്ത്സ് ഒരിടത്ത് ഹോസ്പിറ്റലാണെങ്കിൽ നിൽക്കുവാണെങ്കിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു പേടിയുണ്ടെങ്കിൽ അത് മാറും. നമുക്ക് കുറേ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓൾറെഡി നമ്മൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിൽ പഠിക്കും. പക്ഷേ നമുക്ക് ഡാഫ് ഉണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതില്ല, നമുക്ക് റൈറ്റ്സ് ഇല്ല, നമുക്ക് എല്ലാ കാര്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. നമുക്ക് ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ FSCOT ചെയ്യാൻ കയറുന്നതിന് മുമ്പ് തന്നെ അവരൊരു പേപ്പർ തരും, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല. ഒരിടത്ത് ചെന്ന് ഒരു ആൾട്ടൻഹൈമിലാണെങ്കിലും ഒരു കെയർ ഹോമിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല ഒരു പേപ്പർ ആദ്യം തന്നെ തരും. അതുപോലെ തന്നെ നമ്മൾ ഈ FSCOT ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറേ സെമിനാറുകളൊക്കെ നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. ഇപ്പം ഒരു മാസത്തിൽ ഒരു രണ്ട് ദിവസം ഒരു സെമിനാർ, ചിലപ്പോൾ 2 മാസം കൂടുമ്പോൾ അടുപ്പിച്ചൊരു ആഴ്ച സെമിനാർ. ഈ സെമിനാറുകളിലൊക്കെ നമ്മൾ പല ജർമ്മൻ FSCOT ചെയ്യുന്നവരെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റും. അത് നമുക്കൊരു ഇൻട്രാക്ട് സെക്ഷൻ പോലെ കാണും ആദ്യത്തെ ദിവസം. അതിനുശേഷം നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ്റെ അണ്ടറിലുള്ള ഇപ്പോൾ ആൾട്ടൻഹൈം കെയർ ഹോം ആണോ അല്ലെങ്കിൽ ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ നമ്മൾക്ക് നെഗറ്റീവായിട്ട് നമുക്ക് ഇതായിട്ടുണ്ടോ, നമുക്ക് എന്തെങ്കിലും ബാഡ് എഫക്റ്റ് ഇതായിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും. നമുക്കൊരു ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് ആ സെമിനാറിലൊക്കെ. അതുപോലെ തന്നെ ആ സെമിനാറിൽ നമുക്ക് പുതിയ ക്രാങ്ക് ഹൈറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ അസുഖങ്ങളെ പറ്റിയ, ഇവിടെ ഡെമൻസ്, അങ്ങനെ ഈ ആൾട്ടൻഹൈമൊക്കെ കെയർ ഹോംസിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഡെമൻസ് അങ്ങനത്തെ ഒക്കെ അസുഖങ്ങളുള്ളവരൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ സെമിനാർ ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്കറിയാം എങ്ങനെ ഒരു പേഷ്യൻറ്റിനെ അവരുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ സെമിനാറിലൂടെ പഠിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഹൗസ് ബിൽഡിങ്ങിലും വേണ്ടി വരുന്നത്. അപ്പോൾ ഈ സെമിനാറും ഈ FSCOTൻ്റെ പേര് സെമിനാറും ഈ പ്രാക്ടിക്കൂടെ കൂടെ ആകുമ്പോൾ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അതിലൂടെ എളുപ്പമാണ് ഹൗസ് ബിൽഡിങ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ടോണി, നിങ്ങൾ എന്താ ശരിക്കും ഈ FSTയിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കുന്നത്?
ചേച്ചി FSCOട്ടിൽ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എനിക്ക് ആദ്യത്തെ ഒരു 5 മാസം ഞാനൊരു കെയർ ഹോമിലായിരുന്നു വർക്ക് ചെയ്തത്. അവിടെ ഞങ്ങൾക്ക് മോർണിംഗ് ഡ്യൂട്ടിയാണ് കൂടുതലും ചെയ്യുന്നത്. മോർണിംഗ് ഡ്യൂട്ടിയിൽ ചെയ്യുന്നത് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ മോർണിംഗ് റുട്ടീൻസ് എല്ലാം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ബെഡ് റിഡൻ ആയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ഫുൾ കംപ്ലീറ്റ് അവരെ ഫെസോഗൻ ചെയ്യണം. അതുപോലെ അല്ലാത്ത പേഷ്യൻസ് ഇപ്പം നടക്കാനൊക്കെ പറ്റുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ഫുഡ് കൊടുക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ് FSCOT ചെയ്യുന്ന ഒരാളുടെ ഡ്യൂട്ടി. അപ്പം ശരിക്കും ഈ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പോലെ തന്നെ നിങ്ങൾക്ക് തിയറി സെഷൻസും അതുപോലെ പ്രാക്ടിക്കൽ സെഷൻസും ഉണ്ടോ FSTയിൽ? അങ്ങനെയില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ നമ്മുടെ FSCOT ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമ്മളെ അവർ കാണിച്ചു തരും എന്തൊക്കെയാണ് നമ്മൾക്ക് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ഡാർഫില്ല. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നഴ്സുമാർ ബ്ലഡ് പ്രഷറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം, നമുക്കതൊന്നും ചെയ്യാനുള്ള ഡാർഫില്ല. അപ്പോൾ അവർ കാണിച്ചു തരും നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് കാര്യങ്ങൾ, അത് നമ്മൾ ചെയ്താൽ മാത്രം മതി. അല്ലാതെ തിയറീസോ അങ്ങനെ നമുക്ക് എക്സാമോ അങ്ങനെയൊന്നും കാര്യങ്ങളില്ല. പക്ഷേ നമുക്ക് സെമിനാറുണ്ട്. അത് നമ്മൾക്കൊരു നോളജിന് വേണ്ടി അവർ ചെയ്തു തരുന്ന സെമിനാറുകളാണ്. അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓർഗനൈസേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ടോണി പറഞ്ഞായിരുന്നു ഇപ്പം ഈ DRKയിലേക്ക് അപ്ലൈ ചെയ്ത സമയത്ത് അവർ പറഞ്ഞായിരുന്നു B1 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡ്മിഷൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യത്തുള്ളൂ എന്നുള്ളത്. അപ്പം B1 പഠിച്ചിട്ടാണ് ഇവിടെ വന്ന് കയറിയത്. അപ്പം എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇപ്പം ഇവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കാനായിട്ട് ഈ B1 ലാംഗ്വേജ് വെച്ചോണ്ട്? ചേച്ചി, B1 ലെവൽ പഠിച്ചിട്ട് വന്നാൽ പോലും നമുക്ക് നാട്ടിൽ പഠിക്കുന്ന രീതിയല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജർമ്മനി വന്നു കഴിയുമ്പോൾ നമ്മൾ കേൾക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഇതിൽ B1 കഴിഞ്ഞിട്ട് വന്നാൽ പോലും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു 1 മന്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് അവർ പറയുന്നത് മനസ്സിലാക്കാം, പക്ഷേ റിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര താമസിച്ചാണ്. നമുക്ക് നല്ല സമയം എടുക്കും റിപ്ലൈ കൊടുക്കാനൊക്കെ, നല്ല താമസമായിരുന്നു. അതിനുശേഷം എൻ്റെ ഓർഗനൈസേഷൻ ഞങ്ങൾക്ക് വന്ന എല്ലാവർക്കും ഒരു ഡോയ്ച്ച് ക്ലാസ് ജർമ്മൻ ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് ഒരു വീക്കിൽ ഒരു ദിവസമായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് ഉള്ളത്. അത് എനിക്ക് B2 ലെവലായിരുന്നു ഇല്ലായിരുന്നത്. അപ്പോൾ B2 ലെവൽ ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളതൊരു 3 മാസത്തോളം B2 ലെവൽ അവിടെ പഠിച്ചു. അതിനുശേഷം ഞാൻ എക്സാം എഴുതി കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം B2 കൂടെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ബെറ്ററായി കഴിഞ്ഞപ്പം പിന്നെ എനിക്കൊരു തോന്നിയിട്ടുള്ളത്, നമ്മൾ ഈ കെയർ ഹോമിലൊക്കെ ആകുമ്പം നല്ല പ്രായമുള്ളവരാണ്, പഴയ ജർമ്മൻകാരാണ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ അവർ നല്ല ജർമ്മനാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പഠിക്കുന്നതെല്ലാം സെയിമാണ്, പക്ഷേ സംസാരിക്കുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പം B1 മാത്രമല്ല, B2 എടുത്തിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും FSCOT ആണെങ്കിലും ഹൗസ് ബിൽഡിങ്ങിനാണ് എന്തിലാണെങ്കിലും B2 നാട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നാൽ ഇച്ചിരും കൂടെ നമ്മൾ പഠിച്ചിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ടോണിയുടെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച എങ്ങനെയാണ് പോകുന്നത്? എനിക്കെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ 5 മാസം മുമ്പ് വരെ വർക്ക് ചെയ്ത കെയർ ഹോമിലാണ്. അപ്പോൾ അവിടെയെന്ന് വെച്ചാൽ ഡീൻസ്റ്റ് തുടങ്ങുന്നത് 6:45 ആകുമ്പോൾ ആയിരുന്നു തുടങ്ങുന്നത്. അത് 2:15 വരെയായിരുന്നു ഡീൻസ്റ്റ് ഉള്ളത്. അവിടെയെന്ന് വെച്ചാൽ മോർണിംഗ് റുട്ടീൻ, അത് കാര്യങ്ങൾ, ഫുഡ് കൊടുക്കുക, ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞിട്ട് അവരെ പിന്നെ ഒരു റൗണ്ട് അവരെ കെയർ ചെയ്യുന്നു. അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കയറിയപ്പം ഇച്ചിരൂടെ വ്യത്യാസം വന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വെച്ചാൽ നമുക്കൊരു 5:45 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡീൻസ്റ്റിന് ചെല്ലണം. 5:45 ആകുമ്പോൾ അവിടെ ചെല്ലണം. അതിനുശേഷം അത് 2:15 വരെയാണുള്ളത്. 5:45 കയറിക്കഴിഞ്ഞാൽ 6 മണിയാകുമ്പോഴത്തേക്ക് ആദ്യത്തെ ഓവർ കൊടുക്കും, നൈറ്റുള്ളവർ ഓവർ കൊടുക്കും. അതിലെല്ലാം നമ്മൾ ഇരുത്തും. അപ്പോൾ നമുക്ക് കുറേ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നേഴ്സുമാർ ഓവർ കൊടുക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഈ ഡ്യൂട്ടി എനിക്ക് ചില ദിവസങ്ങളിൽ ഹോസ്പിറ്റലിൽ കയറിയപ്പോൾ തൊട്ടാണ് എനിക്ക് സ്പെയ്ഡ് ഡീൻസ്റ്റ് എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടി എനിക്ക് കിട്ടിത്തുടങ്ങിയത്. സ്പെയ്ഡ് ഡീൻസ്റ്റ് ആകുമ്പോഴാണെങ്കിൽ ഞാൻ ഒരു 12:45 ആകുമ്പോഴത്തേക്ക് സ്പെയ്ഡ് ഡീൻസ്റ്റ് ചെല്ലണം 9 മണി വരെ. അത് ചില ദിവസത്തെ അനുസരിച്ചിരിക്കും ഡ്യൂട്ടി. ചിലപ്പോൾ നേരത്തെ പോകാം, അത് നമ്മുടെ കൊളീഗിൻ്റെ അനുസരിച്ചൊക്കെ ഇരിക്കും. പക്ഷേ ഓക്കെയാണ്. സ്പെയ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് വേറെ കാര്യങ്ങളാണ്, ഇച്ചിരൂടെ വേറെ കാര്യങ്ങളാണ് നമ്മൾ സ്പെയ്റ്റ് ചെയ്യുന്നത്. മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ വേറെയാണ്. രണ്ടും ഡിഫറൻസ് ഉണ്ട്, സ്പെയ്റ്റും മോർണിംഗും തമ്മിൽ ഉണ്ട്.
ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ ഇന്ന സ്ഥലത്ത്, അതായത് ഇപ്പം ഓൾഡ് ഏജ് ഹോമിൽ ചിലപ്പോൾ ജോലി ചെയ്യണം, അല്ലെങ്കിൽ കെയർ ഹോമിൽ ജോലി ചെയ്യണം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാ? പിന്നെ അതുപോലെ ഇത്ര മണിക്കൂർ ജോലി ചെയ്യണം, എങ്ങനെയാണ് നിങ്ങൾ അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകുന്നത്? നമ്മളിപ്പോൾ ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ ഓർഗനൈസേഷനാണ്. ഇപ്പം 5 മാസം ആൾട്ടൺ ഹൈം കെയർ ഹോമിൽ വർക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്കൂടെ വേണമെങ്കിൽ പറയാം, എനിക്കൊരു ഇച്ചിരൂടെ എക്സ്പീരിയൻസ് വേണം, അപ്പോൾ എന്നെ ഒന്ന് ഹോസ്പിറ്റലിലൂടെ കയറ്റാമോ എന്ന് ചോദിക്കാൻ നമുക്ക് പറ്റും. അത് നമുക്ക് ചോദിക്കാമെന്നേ ഉള്ളൂ. അത് തീരുമാനിക്കുന്നത് നമ്മുടെ ഓർഗനൈസേഷനാണ്, നമ്മളെ കൊണ്ടുവന്ന ഓർഗനൈസേഷനാണ്. പിന്നെ നമ്മുടെ ഡീൻസ് പ്ലാന്, നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ, നമുക്ക് അവധി വേണം ജോലിക്കിടയ്ക്ക്, അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ അവിടുത്തെ മെയിൻ നേഴ്സാണ്, അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ ഓഫീസിലെ സ്റ്റാഫാണ്. അതിനുവേണ്ടി തന്നെ ഒരാളുണ്ട് ഇവിടെ തന്നെ, അവരാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും വുൻഷ്, നമ്മുടെ ആഗ്രഹമുണ്ട് നമുക്ക് ഇന്ന ദിവസം അവധി വേണമെന്ന് വെച്ചാൽ നമുക്കത് പറയാമെന്നേ ഉള്ളൂ. അല്ലാതെ അതിനൊന്നും പ്രോബ്ലംസ് ഒന്നും അവിടെ ഇങ്ങനെ ഇല്ല, പ്രോബ്ലംസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നിങ്ങളുടെ ഈ ഡീൻസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തരുന്നത് ഇപ്പം അടുത്ത ആഴ്ചത്തെ പ്ലാൻ നിങ്ങൾക്ക് മുൻകൂട്ടി കിട്ടുമോ? നമ്മുടെ ഡീൻസ് പ്ലാൻ കിട്ടുന്നത് വെച്ചാൽ 1 മന്തിനുള്ള ഡീൻസ് പ്ലാനായിട്ടാണ് തരുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വുൻഷുണ്ടെങ്കിൽ ഈ അടുത്ത മാസത്തേക്കുള്ള ഡീൻസ് പ്ലാൻ തയ്യാറാക്കുന്നതിന് മുമ്പ് പറയണം, അടുത്ത മാസം എനിക്ക് ഇന്ന ദിവസങ്ങളിൽ എനിക്ക് അവധി വേണം എന്നുള്ളത് നേരത്തെ നമ്മൾ പറയണം. അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. എത്ര ദിവസത്തെ വെക്കേഷൻ ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു FS ചെയ്യുന്ന സമയത്ത്? ചേച്ചി, നമുക്ക് വെക്കേഷൻ വരുന്നത് വെച്ചാൽ ചില ഓർഗനൈസേഷൻ 28 തരും, ചിലർ 30 ദിവസമാണ് തരുന്നത്. അത് നമുക്ക് ഒറ്റയടിക്ക് എടുക്കണമെന്നില്ല, നമുക്കത് കുറച്ചായിട്ട് ഇപ്പോൾ 1 വീക്ക് അങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് 1 ഇയർ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് അവിടെ തന്നെ ഇത് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള മന്ത് നമുക്ക് പ്ലാൻ ചെയ്യാം. പക്ഷെ നമ്മളിപ്പം മാറുന്നുണ്ട്, വേറൊരു ഇതിലോട്ട് മാറുവാണെന്ന്, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ചിലപ്പോൾ ക്രാങ്കൻ ഹൗസിൽ നിന്ന് നമ്മുടെ കെയർ ഹോമിൽ നിന്ന് ഹോസ്പിറ്റലിലോട്ടാണ് മാറുന്നെങ്കിൽ അതിന് മുമ്പ് കെയർ ഹോമിൽ നമ്മൾ കുറച്ച് ഉരുളാബ് എടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഫുൾ ഉരുളാബ് നമ്മുടെ വെക്കേഷൻ കിട്ടാൻ ചാൻസ് കുറവാണ്. അത് എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ 5 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇതുപോലെ ഹോസ്പിറ്റലിൽ കയറണമെന്ന് പറഞ്ഞത്. അതിനു മുമ്പ് വരെ ഞാൻ ഇതുവരെ അവധി എടുത്തില്ലായിരുന്നു, വെക്കേഷൻ എടുത്തില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു അത് ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് എനിക്ക് എന്തായാലും വെക്കേഷനായിട്ട് എടുത്തിട്ടേ പോകാവുള്ളെന്ന് പറഞ്ഞായിരുന്നു. ഏതൊക്കെ മേഖലയിലാണ് ടോണി ഇപ്പോൾ ഇത്ര നാളും കൊണ്ട്? ഞാൻ ആൾട്ടൺ കെയർ ഹോമും ചെയ്തു, ഹോസ്പിറ്റലുമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മാസം അവർക്ക് സ്റ്റൈഫൻഡ് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഈ FS ചെയ്യുന്ന സമയത്ത് സ്റ്റൈഫൻഡ് ഉണ്ടോ? ഉണ്ട് ചേച്ചി, FSയോട് ചെയ്യുന്നവർക്കും സ്റ്റൈഫൻഡ് ഉണ്ട്. അത് ഓരോ ഓർഗനൈസേഷൻ്റെ ബേസ് ചെയ്തിരിക്കും സ്റ്റൈഫൻഡ് കിട്ടുന്നത്. അതൊരു 300, 450 ഇടയ്ക്കൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കിട്ടുന്ന സ്റ്റൈഫൻഡ് വെച്ച് നിങ്ങൾക്ക് ഒരു മാസം എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് ചേച്ചി. അത് നമ്മൾ മാനേജ് ചെയ്യുന്ന പോലെ അനുസരിച്ചിരിക്കും. അത് ഓരോരുത്തരുടെ കഴിവാണ് എങ്ങനെ ഇത് മാനേജ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം ടോണി താമസിക്കുന്ന വീട് ഇത് നിങ്ങളുടെ ആർബൈറ്റ്സ്കേപ്പ്, അതായത് നിങ്ങളുടെ ഓർഗനൈസേഷൻ തന്നതാണോ അതോ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുമായിരുന്നു ഇവിടെ? അത് ഞങ്ങളുടെ ഓർഗനൈസേഷൻ തന്നെ അറേഞ്ച് ചെയ്യുന്ന വീടുകളാണ് ചേച്ചി. അത് നമുക്ക് ഇത്ര പേർക്കെന്ന് പറഞ്ഞിട്ട് ഒരു വോൺഹൈം അവർ തരുന്നതാണ്. അതിൽ നമുക്ക് FSയോട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് റെൻറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല FSയോട്ട് പീരീഡിൽ. വേറെ ഓർഗനൈസേഷൻ്റെ എങ്ങനെയാണെന്ന് കൃത്യം പറയാൻ പറ്റില്ല, പലരും പല രീതിയിലാണ്. ചില ഓർഗനൈസേഷൻ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നില്ല, കണ്ടുപിടിച്ചിട്ട് വേണം താമസിക്കാൻ. ജോലിക്ക് പോകുന്ന സമയം എങ്ങനെയാണ് ടോണിയുടെ ഒരു ദിവസം എന്നുള്ളത് പറഞ്ഞു തന്നെ നമുക്ക്. പക്ഷെ എങ്ങനെയല്ല അത് പേഴ്സണൽ സൈഡിൽ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഒരു ദിവസം അല്ല ഒരു ആഴ്ച എന്ന് പറയുന്നത്? ചേച്ചി, ഇപ്പോൾ എനിക്കൊരു ഡ്യൂട്ടി ഉള്ള ഒരു ദിവസമാണെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് വന്ന് ഇച്ചിരി റെസ്റ്റ് എടുത്ത ശേഷം പിന്നെ എപ്പോഴെങ്കിലും പുറത്തോട്ട് ഇറങ്ങുക, ചിലപ്പോൾ ഗാർഡനിൽ പോവുക, അല്ലെങ്കിൽ ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ കാണും, ഐൻകൗഫൻ അങ്ങനെയൊക്കെ കാര്യങ്ങൾ കാണും. പിന്നെ വീക്കെൻഡ്സ് നമുക്ക് എല്ലാ വീക്കെൻഡ്സും അവധിയില്ല, മാസത്തിലെ 2 വീക്കെൻഡ്സാണ് അവധി വരുന്നത്. അതിലുള്ള വീക്കെൻഡ്സൊക്കെ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പുതിയ സ്ഥലങ്ങൾ കാണാൻ പോകും, അങ്ങനെയൊക്കെ ഫ്രണ്ട്സുമായിട്ടൊക്കെ പോകും. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം മോർണിംഗ് ഡ്യൂട്ടി ചെയ്യാനാണ്. കാരണം ഈ ഉച്ച കഴിഞ്ഞിട്ടുള്ള ഡ്യൂട്ടി ആകുമ്പോൾ നമുക്കൊരു ഫുൾ ഡേ നമുക്ക് കിട്ടത്തില്ല. മോർണിംഗ് ഡ്യൂട്ടി ആകുമ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയങ്ങൾ കിട്ടാറുണ്ട്. പക്ഷേ പെയ്ഡീൻസ്റ്റ് ആകുമ്പോൾ രാവിലെ എണ്ണിച്ച് വരുമ്പോൾ തന്നെ കുറേ ടൈം പോകും, സമയം കിട്ടത്തില്ല നമുക്ക്.
പക്ഷേ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. നമുക്ക് അടിച്ചു പൊളിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഉള്ള സമയമൊക്കെ ഉണ്ട്. അതെ. പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് അവധിയുണ്ടോ? അതെങ്ങനെയാണ്? അതെന്ന് വെച്ചാൽ ഇപ്പം ഡിസംബറിലാണെങ്കിൽ ക്രിസ്മസും ന്യൂ ഇയറും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യും. ഇപ്പം എനിക്ക് ന്യൂ ഇയർ മതിയെങ്കിൽ അത് അവരോട് നേരത്തെ പറയണം. അപ്പോൾ നമുക്ക് ക്രിസ്മസിന് ജോലി ചെയ്യണം. അതുപോലെ തന്നെ ഈസ്റ്ററിനാണെങ്കിലും അതുപോലെ തന്നെ ഈസ്റ്ററും അങ്ങനെ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നേരത്തെ പറയാം നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ. അതിന് കുഴപ്പമില്ല. പക്ഷേ എല്ലാ ഹോളിഡേയ്സും നമുക്ക് കിട്ടത്തില്ല, പബ്ലിക് ഹോളിഡേയ്സ് കിട്ടത്തില്ല. FSA കഴിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയാണ് ടോണിയുടെ ഹൗസ് ബിൽഡിങ്ങിലേക്കുള്ള എൻട്രി? ചേച്ചി, എനിക്ക് ആദ്യമേ എൻ്റെ ഓർഗനൈസേഷനിൽ തന്നെ ഒരു ഇൻ്റർവ്യൂ നടത്തി. അതിൽ എങ്ങനെയാണ് എൻ്റെ പെർഫോമൻസ് എന്ന് നോക്കും. എനിക്ക് ലാംഗ്വേജ് ഉണ്ടോ, എനിക്ക് അവർ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ, ഞാൻ എന്തൊക്കെയാണ് FSCOT ചെയ്ത സമയത്ത് എന്തൊക്കെയാണ് ഞാൻ പഠിച്ചതെന്നൊക്കെ അവരിങ്ങനെ ചോദിച്ചായിരുന്നു. അതിനുശേഷം എൻ്റെ ഓർഗനൈസേഷനിൽ തന്നെ കുറേ കോളേജസ് ഉണ്ട്. അതിൽ അവരൊരു കോളേജ് എനിക്ക് ചൂസ് ചെയ്ത് തന്നു. അതിൽ ഞാൻ ഒരു ആപ്ലിക്കേഷൻ ഫോം അയക്കണമായിരുന്നു, ബെവേവുങ് എന്ന് പറയും. അത് ഞാൻ എഴുതിയിട്ട് എനിക്ക് തന്ന കോളേജിലോട്ട് ഞാൻ സെൻഡ് ചെയ്തു. അവിടുന്ന് എനിക്കിപ്പോൾ ഒരു റിപ്ലൈ വന്നായിരുന്നു. ഒരു ഇൻ്റർവ്യൂ അവിടെ ഉണ്ട്, കോളേജിലുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്ത കോളേജിലൊരു ഇൻ്റർവ്യൂ ഉണ്ട്. അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ എൻ്റെ ഓർഗനൈസേഷൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം 10th 12th അതെല്ലാം ഇവിടെ ഹൗസ് ബിൽഡിങ്ങിന് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. 10th 12th ഒക്കെ മതി. പിന്നെ എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റൊക്കെയാണ് വേണ്ടിയത്. അപ്പോൾ എൻ്റെ 10th 12th ഞാൻ ഇതുവരെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആദ്യമേ നോട്ടാറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് ഞാൻ കൊളോണിൽ വെച്ച് ഇറങ്ങിൽ അയച്ചേക്കുവാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു +2 കഴിഞ്ഞ സ്റ്റുഡൻറ്റിന് ഇവിടെ വന്ന് FSJ കഴിഞ്ഞിട്ട് ഹൗസ് ബിൽഡിംഗ് ചെയ്യണം, നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യണം. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതൊരു എക്സ്റ്റേണലിൻ്റെ സപ്പോർട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് വരാനായിട്ട്? രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. നമ്മൾക്കിപ്പോൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് വരുന്നതും കൂടുതൽ പേരും സ്വന്തമായിട്ടാണ് അപ്ലൈ ചെയ്ത് വരുന്നത്. നമ്മളിപ്പം FSCOT എന്ന് പറയുന്ന പ്രോഗ്രാമിനെ പറ്റി നമ്മൾ കൂടുതൽ നെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടാറുണ്ട്. അതിൽ തന്നെ കുറേ ഓർഗനൈസേഷൻ്റെ പേരുകളും ഉണ്ട്. അപ്പോൾ അതിൽ വെച്ച് നമുക്ക് കുറേ ഓർഗനൈസേഷൻ നമുക്ക് മെയിൽ അയക്കാം. അതിൽ ഏത് ഓർഗനൈസേഷനാണ് നമുക്ക് റിപ്ലൈ തരുന്നത് വെച്ചാൽ അതിൽ കണ്ടിന്യൂസ് ചെയ്ത് നമുക്ക് പോകാനേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഒത്തിരി വലിയ പ്രൊസീജിയേഴ്സ് ഇല്ല സത്യം പറഞ്ഞാൽ FSCOTന്. നമുക്ക് ഡയറക്റ്റ് തന്നെ മെയിൽ അയച്ച് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ചെയ്യാനേ ഉള്ളൂ. പിന്നെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് ഉള്ളവർക്ക് ഇച്ചിരി കൂടെ വേറൊരു രീതിയായിരിക്കും അത്. അങ്ങനെ രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ FSJ കഴിയാൻ പോകുന്നൊരു ആളെന്ന നിലയ്ക്ക് ഇനി വരുന്നവരോട് FSJ ചെയ്ത് ഹൗസ് ബിൽഡിങ്ങിലേക്ക് കയറാൻ വരുന്നവരോട് എന്താ ടോണിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഹൗസ് ബിൽഡിങ്ങിന് താല്പര്യം, നഴ്സിംഗ് എന്ന് പറയുന്ന ഹൗസ് ബിൽഡിങ്ങിന് താല്പര്യം ഉള്ള ഒരാളാണെങ്കിൽ FSCOT എന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ്. കാരണം ലാംഗ്വേജ് നമ്മൾ നാട്ടിൽ നിന്ന് പഠിച്ചെന്ന് പറഞ്ഞാലും ഇവിടെ വന്ന് ഡയറക്റ്റ് കയറുമ്പോൾ നല്ല പാടായിരിക്കും. അതുകൊണ്ട് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ബെറ്റർ ആക്കാൻ പറ്റിയ ലാംഗ്വേജ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഹൗസ് ബിൽഡിങ്ങിന് കയറുമ്പോൾ ഇച്ചിരി കൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും നല്ലതാണ് FSCOT എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് FSJ എന്താണെന്നും എങ്ങനെ നമുക്ക് നാട്ടിൽ നിന്ന് FSJക്ക് അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് വന്ന് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിലേക്ക് കയറാമെന്നും എന്തൊക്കെയാണ് നമ്മൾ FSJ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും അതുപോലെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എങ്ങനെ എളുപ്പമാക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ടോണി പറഞ്ഞു തന്നത്. ഒരുപാട് താങ്ക് യു ഉണ്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ടോണിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിൽ. വെൽക്കം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് FSJ എന്താണെന്നും അതിൻ്റെ പുറകിലെ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയുക. ഞങ്ങളുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതിലെല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.